നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭൻ രാശിക്ക് 2025 ഡിസംബർ 10, 11 തീയതികളിൽ അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം ആദ്യ 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 10 വെളുപ്പിന് 2:22 AM മുതൽ ഡിസംബർ 12 രാവിലെ 10:20 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗ്രഹങ്ങളാണ് കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ അല്പം കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴം, സൂര്യൻ, ചൊവ്വ, ഇവ അനുകൂലമായിട്ട് വരികയാണ്, നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചന്ദ്രനും ബുധനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അതിശക്തങ്ങളായിട്ട് ഉള്ള 5 ഗ്രഹങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ഈ ദിവസങ്ങളിൽ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു പദ്ധതിയുണ്ട്, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഹൈപ്പം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത്, പ്രധാനമായിട്ടൊരു വലിയ മാറ്റം വന്നേക്കുന്നത് വ്യാഴം തിരിച്ചു വന്നു 5ാം ഭാവത്തിലേക്ക്. അത് കൂടാതെ ചൊവ്വ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റം തന്നെയാണ്. അത് ഏകദേശം 45 ദിവസം, അതായത് ഡിസംബർ 7 രാത്രിയിൽ ചൊവ്വ അനുകൂലമായിട്ട് വന്നു. അപ്പോൾ 8ാം തീയതി മുതൽ ഏകദേശം 45 ദിവസം ഈ ഫലം, ചൊവ്വയുടെ അനുകൂലമായിട്ടുള്ള ഫലം വരുന്നു. മറ്റ് ഗ്രഹങ്ങളായ സൂര്യനും വ്യാഴവും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഇതാണ്: അമ്പരപ്പിക്കുന്ന ധനവരവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ പറയുന്ന ഇതാണ്, വെറുതെ ഒരു പ്രവചനമല്ല നടത്തുന്നത് ഞങ്ങൾ. കാരണം ഇവിടെ സൂര്യനും ചൊവ്വയും അനുകൂലമായിട്ട് വരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. അതൊരു വലിയ നേട്ടമാണ്. ആദ്യം ഞങ്ങൾ പറയുന്ന ഒരു വലിയ നേട്ടം ഇതാണ്, പിതൃസ്വത്ത് ലഭിക്കാം. കാരണം ഈ ഭൂസ്വത്തെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മിക്കവാറും ഏത് സ്ഥലത്ത് ചെന്നാലും ഏറ്റവും കുറഞ്ഞത് ഒരു സെൻറ്റിന് 1 ലക്ഷം രൂപ വിലയുള്ള കാലമാണ്. കോടികളും ഒക്കെ വിലയുണ്ട് ഭൂമിക്ക്. അപ്പോൾ ഈ ഭൂമി ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് ഞങ്ങൾ പറയുന്നത് അമ്പരപ്പിക്കുന്ന ധനവരവ്. അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഡീല് നടന്നാൽ, ഒരു വസ്തു കച്ചവടമോ അല്ലെങ്കിൽ ഒരു ഭൂമി പണയം വെച്ച് ലോൺ എടുക്കുന്നതൊക്കെ ലക്ഷങ്ങളാണ്, 1 ലക്ഷത്തിന് മേളിലുള്ള എമൗണ്ടുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ഉണ്ടാവും. ഈ 45 ദിവസം ഭൂമി കച്ചവടം നടത്താൻ പറ്റിയ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ പിതൃസ്വത്ത്, പൈതൃക സ്വത്ത്, അത് അച്ഛൻ്റെ സ്വത്ത് തന്നെ ആവണമെന്നില്ല, അമ്മയുടെ സ്വത്തും പൈതൃക സ്വത്ത് ലഭിക്കാം. നേരത്തെ കിട്ടിയവർക്ക് വസ്തുവായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതായത് റിയൽ എസ്റ്റേറ്റ്, അതായത് ഭൂമി കച്ചവടം, അതുവഴി നേട്ടം. അതല്ലെങ്കിൽ ലോൺ വെച്ച് നേടാം.
അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വലിയ രീതിയിൽ കൃഷിയിൽ നിന്നുള്ള ആദായം ഈ പൈതൃക സ്വത്തിൽ നിന്ന്. അപ്പോൾ അതല്ലെങ്കിൽ ഒരു വാടക വീട് പൈതൃക സ്വത്തായിട്ട് കിട്ടിയവർക്ക് പെട്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു താമസക്കാർ മാറിയിട്ട് പുതിയ താമസക്കാർ വരുമ്പോൾ പെട്ടെന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വാൻസ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അതൊക്കെ ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സൂര്യനും ചൊവ്വയും അനുകൂലമായതുകൊണ്ട്, സൂര്യൻ അനുകൂലമായതുകൊണ്ട് തൊഴിൽ ലാഭം, തൊഴിൽ നേട്ടം, അതായത് പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് ഒരു പുതിയ തൊഴിൽ കിട്ടിയെന്ന് വരാം. നേരത്തെ തന്നെ തൊഴിലുള്ളവർക്ക് ഒരു പുതിയ തൊഴിൽ, നേരത്തെ തൊഴിലുള്ളവർക്ക് തന്നെ പുതിയൊരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത, പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത, ശമ്പള വർധനവിനുള്ള സാധ്യത. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ബന്ധു ബാങ്ക് മാനേജരാവാം, അങ്ങനെയുള്ള സാധ്യതകൾ. അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു പുതിയ മേലധികാരി സ്ഥലം മാറി വരുന്നു. ആ മേലധികാരിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശംസ, അംഗീകാരം ഒക്കെ നിങ്ങൾക്ക് കിട്ടാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചില തൊഴിലുകളിൽ ഈ ടാർഗറ്റ് തയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട, ബാങ്ക് തന്നെ പല വിധമുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പെട്ടെന്നുള്ള ഒരു ധനവരവ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും നിങ്ങളുടെ ആ തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം കമ്പനിക്ക് നേടിക്കൊടുത്ത ആളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അംഗീകാരം കിട്ടാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അത് മാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് വരുമാനം കൂടുകയും അപ്രതീക്ഷിതമായിട്ട് വലിയ വലിയ എമൗണ്ടുകളുടെ വ്യാപാരം നടക്കുകയും ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ തൊഴിൽപരമായിട്ട് അങ്ങനെ പറയാതെ ഒരുപാടുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത ഈ 45 ദിവസമുണ്ട്. ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തൊഴിൽ ലാഭം എന്നുള്ള ആ പട്ടികയിലും പെടുത്താവുന്നതാണ് ഈ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സം. അതൊക്കെ വൃശ്ചികമാസം ഇതൊക്കെ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ വൃശ്ചിക മാസമാണല്ലോ, ഇത് ഡിസംബർ 10-11 എന്ന് പറയുന്നത് വൃശ്ചിക മാസമാണ്. അപ്പോൾ അവിടെ വൃശ്ചിക മാസത്തിൽ തൊഴിൽ ലാഭം, അതായത് 10ാം ഭാവത്തിൽ സൂര്യൻ. അതുകൂടാതെ ഈ സൂര്യൻ ധനുരാശിയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് തൊഴിൽ നേട്ടം തന്നെ. കാര്യം 11ാം ഭാവത്തിലേക്ക് വരുന്നു. അവിടെ ചൊവ്വ 11ാം ഭാവത്തിൽ നേരത്തെ ഈ 7ാം തീയതി മുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് വൃശ്ചികം ധനു മാസങ്ങളിൽ ഇവർക്ക് കുംഭം രാശിക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ അനുകൂലമാണ് വ്യാഴം. വ്യാഴം ഇവിടെ 5ാം ഭാവത്തിൽ പൂർവ്വപുണ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതും ഈ പിതൃസ്വത്തുമായിട്ട് കണക്ട് ചെയ്യാം നമുക്ക്. 5ാം ഭാവം എന്ന് പറയുന്നത് പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി നേട്ടങ്ങൾ, അതായത് പിതൃസ്വത്തുമായിട്ടുള്ള ബന്ധം, ചൊവ്വയും സൂര്യനും വ്യാഴവും ഒക്കെ ഈ പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് സൂചനകൾ നൽകുന്നു. അപ്പോൾ
ഉറപ്പിക്കാം നമുക്ക്. തീർച്ചയായിട്ടും കുംഭൻ രാശിക്കാർക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തു കച്ചവടമോ അല്ലെങ്കിൽ വസ്തു വാങ്ങലോ ഒക്കെ, ഈ ഭൂമി വാങ്ങിക്കുന്നതുമൊക്കെ ഈ കാലയളവിൽ സാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഭൗതിക സുഖങ്ങൾ, അതായത് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, നല്ല ആഹാരം, അതുപോലെ ശയനസുഖം, അതുപോലെ വസ്ത്രം, അതുപോലെ തന്നെ ആഭരണങ്ങൾ, അങ്ങനെ നിരവധി ഭൗതിക സുഖങ്ങൾ വരും. മൊത്തത്തിൽ ഈ ദിവസങ്ങളിൽ ഡിസംബർ 10-11 തീയതികളിൽ ചന്ദ്രനും കൂടി അനുകൂലമായതുകൊണ്ട് ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം തന്നെ, അതായത് ചൊവ്വ ഏകദേശം 45 ദിവസം, സൂര്യൻ വൃശ്ചികത്തിലും ധനുവിലും കൂടി ചേർന്ന് ഏകദേശം 40-45 ദിവസം, അതുപോലെ തന്നെ ഈ കാലയളവിൽ മുഴുവൻ വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചന്ദ്രനും കൂടി അനുകൂലമായ ഈ ദിവസങ്ങളിൽ 10-11 തീയതികളിൽ നേട്ടങ്ങൾ ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തം ഈ 10-ാം തീയതിയും 11-ാം തീയതിയും വരുന്ന ആ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 10-ാം തീയതി ബ്രഹ്മമുഹൂർത്തം 5:03 AM മുതൽ 5:51 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 10-ാം തീയതി. 11-ാം തീയതി ചെറിയ മാറ്റം, രാവിലെ 5:04 AM മുതൽ 5:52 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 11-ാം തീയതി. അപ്പോൾ 10-11 തീയതികളിൽ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അതല്ലാതെ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കാതെ ഈശ്വരൻ സാങ്ഷൻ ചെയ്യണം, ലോൺ ശരിയാവണമെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഓക്കെ, ഈ ദിവസങ്ങൾ മാത്രം, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. അതുപോലെ ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിച്ച് ഈശ്വരന് ഇഷ്ടപ്പെട്ട ഒരു ഭക്തനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും മാറിയെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ വെളിച്ചം ചാനൽ പറഞ്ഞെന്ന് പറഞ്ഞ് ഇത് സംഭവിക്കില്ല. മറിച്ച് ജ്യോതിഷത്തിൽ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ പറയുന്നു. ഓക്കെ, അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ തോതിൽ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ഉണ്ടാവണം, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. എന്തായാലും കുംഭൻ രാശിക്ക് ഏകദേശം ഒരു 1.5 മാസം, ഇനി വൃശ്ചികം തീരാൻ കൂടുതൽ ദിവസങ്ങളില്ല, ധനുമാസത്തിലും ഈ വൃശ്ചികമാസത്തിലും ഏകദേശം ഒരു 10-40 ദിവസം വ്യാഴം, സൂര്യൻ, ചൊവ്വ ഇവയൊക്കെ അനുകൂലമാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അതിൽ തന്നെ ചന്ദ്രനും കൂടി അനുകൂലമായിട്ടുള്ള ദിവസമാണ് ഞങ്ങൾ പറഞ്ഞ ഈ 10-11 തീയതികൾ. ഇതുൾപ്പെടെ ഏകദേശം 40 ദിവസത്തോളം കുംഭൻ രാശിക്ക് ഈ പറഞ്ഞ 3 ഗ്രഹങ്ങളുടെയും ആനുകൂല്യം കിട്ടും. അത് ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം നമ്മൾ ഉപയോഗിക്കുക, നഷ്ടപ്പെടുത്തരുത്. കാര്യം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ഒത്തുവരത്തുള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. കുംഭൻ രാശിക്ക് ഡിസംബർ 10-11 തീയതികളിൽ മാത്രമല്ല, ഏകദേശം വൃശ്ചികം, ധനു മാസങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ കാത്തിരിക്കുകയാണ്. അത് കളഞ്ഞു കുളിക്കരുത്. ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം നമ്മൾ അതൊക്കെ നേടിയെടുക്കുക. തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നൊന്നും വരത്തില്ല. എന്തായാലും
കുംഭൻ രാശിക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.